Hello dear students and parents. എൻ്റെ പേര് ഫവാസ്. ഞാൻ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫിസിക്സ് അധ്യാപകനാണ്. ഞാൻ 2008 to 2011 വരെ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ +1 +2 ആൻഡ് IIT ബാച്ചിൽ റിപ്പീറ്റ് ചെയ്ത ആളാണ്. 2011 മദ്രാസ് IITയിൽ ജോയിൻ ചെയ്തു. 2016 ഗ്രാജുവേറ്റ് ആണ്. മദ്രാസ് IITയിൽ നിന്ന് BTech ആൻഡ് MTech ഡ്യുവൽ ഡിഗ്രി കോഴ്സാണ് കംപ്ലീറ്റ് ചെയ്തത്. സോ 2017 മുതൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫിസിക്സ് ഫാക്കൽറ്റി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. നമ്മുടെ കുട്ടികൾ JEE നീറ്റ് എൻട്രൻസ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. സോ 2016-17 കാലഘട്ടത്തിൽ നീറ്റിൻ്റെ ഒരു കട്ട് ഓഫ് സ്കോറൊക്കെ ആയിട്ട് വന്നിരുന്നത് 550-60 ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്നത് 600 മാർക്ക് ഉണ്ടെങ്കിൽ പോലും ഗവൺമെൻറ് സീറ്റ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുപോലെ തന്നെ JEE റിസൾട്ടിലും നമ്പർ ഓഫ് സ്റ്റുഡൻസ് IITസിലേക്ക് ക്വാളിഫൈ ചെയ്യുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് JEE അഡ്വാൻസിൻ്റെ കേസിൽ അതും ഗണ്യമായി കുറഞ്ഞു വന്നിട്ടുണ്ട്. ഓരോ വർഷവും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ കാരണങ്ങൾ പലതുണ്ടെങ്കിലും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ പ്രിപ്പറേഷൻ പലപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് +1-ൽ, അതല്ലെങ്കിൽ അതും കഴിഞ്ഞ് +2 കഴിഞ്ഞ് റിപ്പീറ്റും റിപ്പീറ്റും ഒക്കെ ആയിട്ടാണ് കുട്ടികൾ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. പറയുമ്പോൾ +1 +2ൻ്റെ അതേ സിലബസ് തന്നെയാണ് എൻട്രൻസ് എക്സാമുകൾക്കും ഫോളോ ചെയ്യുന്നത്. എക്സാമിൻ്റെ പാറ്റേണിലാണ് വ്യത്യാസം. കോമ്പറ്റീറ്റീവ് എക്സാം നടത്തുന്നത് ആക്ച്വലി കുട്ടികളെ ജയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല, പകരം കുട്ടികൾക്ക് കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അവരെങ്ങനെയെങ്കിലും തെറ്റണം അല്ലെങ്കിൽ അവർ തെറ്റിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്, കുട്ടികളെ എലിമിനേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നത്. കാരണം അതിന് മാത്രം ആപ്ലിക്കൻസും അതിന് മാത്രം സീറ്റുകൾ ഇല്ലായ്മയുമാണ്. കുറഞ്ഞ സീറ്റുകളും കൂടുതൽ ആപ്ലിക്കൻസും വരുമ്പോഴാണ് മെയിനായിട്ട്, അല്ലെങ്കിൽ അതാണ് ഒരു എൻട്രൻസ് എക്സാം നടത്താനുള്ള പ്രൈമറി റീസൺ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എക്സാമിന് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾ എങ്ങനെയെങ്കിലും ക്വസ്റ്റ്യൻ തെറ്റട്ടെ എന്നുള്ള അല്ലെങ്കിൽ തെറ്റിക്കട്ടെ എന്ന ഉദ്ദേശത്തിൽ കുട്ടികളെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എൻട്രൻസ് എക്സാം നടത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ പാറ്റേൺ എപ്പോഴും എലിമിനേഷൻ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും. എന്ന് വെച്ചാൽ കുറഞ്ഞ സമയം കൊണ്ട്, അഥവാ ബോർഡ് എക്സാമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര തന്നെ സമയം കൊണ്ട് ഒരുപാട് കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. മാത്രമല്ല ക്വസ്റ്റ്യൻസ് ഏത് ഭാഗത്തു നിന്നും ഏത് ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ള അവസ്ഥയാണ്. ബോർഡ് എക്സാമിന് ഹൈസ്കൂൾ ആവട്ടെ ഹയർ സെക്കൻഡറി ആവട്ടെ, ബോർഡ് എക്സാമിന് എപ്പോഴും ഫോക്കസ് ഏരിയ എന്ന് പറയുന്നൊരു വിഷയം നിലവിലില്ലാതിരുന്ന കാലത്തും, ഫോക്കസ് ഏരിയ ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട് ഫോക്കസ് ഏരിയ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇല്ലാതിരുന്ന കാലത്തും ആക്ച്വലി ഫോക്കസ് ഏരിയ ഉണ്ട്. കാരണം ഒരു ചാപ്റ്ററിൽ ചോദ്യം ചോദിക്കുന്ന എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ടാവും. അതാണ് ആക്ച്വലി ഫോക്കസ് ഏരിയ എന്നുള്ള രീതിയിലേക്ക് ലേബൽ ചെയ്യപ്പെട്ടത്. സോ അതില്ലാതിരുന്ന കാലത്തും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ടോപ്പിക്കും ഉണ്ട്. ഫോക്കസ് ഏരിയ അഥവാ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് 90% മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് ബോർഡ് എക്സാമിൽ നിലവിലുള്ളത്. എന്നാൽ എൻട്രൻസ് എക്സാമിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നും ചോദിക്കാം. കാരണം ക്വസ്റ്റ്യൻസ് കുട്ടികൾ ഇതൊന്നും ശരിയാക്കരുത് എന്ന ഉദ്ദേശത്തിലാണ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പെർഫോമൻസ് നിലവാരം അല്ലെങ്കിൽ കുട്ടികളുടെ പെർഫോമൻസ് കുറഞ്ഞു വരുന്നു. വർഷാവർഷം കേരളത്തിലെ മൊത്തം അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. അതിന് മറ്റൊരു കാരണം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യേണ്ടതെന്ന് വരുമ്പോൾ നല്ല മാത്തമാറ്റിക്കൽ സ്കില്ല് അത് ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലുള്ള വിദ്യാഭ്യാസ നിലവാരം അഥവാ അതിൻ്റെ എക്സാമിൻ്റെ നിലവാരം കുറഞ്ഞു വരുന്നതുകൊണ്ടും അതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ബോർഡ് എക്സാമിന് എല്ലാ വർഷവും ചോദിക്കാറുള്ളത് എന്നതുകൊണ്ട് കുട്ടികൾക്ക് ആ ഒരു പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി. അത് വെച്ച് അവർക്ക് 90% എബവ് മാർക്ക് വാങ്ങാം എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് സ്കൂളുകളിൽ കുട്ടികൾ പഠിക്കുന്ന എപ്പോഴും കുറേ പാറ്റേൺസ് ആണ്. ഇന്ന ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. എന്നാൽ എൻട്രൻസ് എക്സാമിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ടോപ്പിക്, ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ ഹൺഡ്രഡ്സ് ഓഫ് ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ എൻട്രൻസ് എക്സാമിന് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ആളുകൾ എലിമിനേഷൻ മുന്നിൽ കണ്ടുകൊണ്ട് എവിടെ നിന്നും ഏത് തരത്തിലും ഏത് മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മുടെ കുട്ടികൾ 11th നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ പോലും 12th കൂടെ എൻട്രൻസ് ക്വാളിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ എൻട്രൻസിൽ നല്ലൊരു സ്കോർ അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത അതിൻ്റെ കാരണം പലപ്പോഴും ഹൈസ്കൂളിലും ഈവൻ ഹയർ സെക്കൻഡറിയിലും കുട്ടികൾ ഈ പറയുന്ന ബോർഡ് എക്സാമിന് വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് അതിൽ കുറേ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് അതിൽ നല്ല മാർക്ക് കിട്ടുമ്പോൾ അവർ നല്ല കോൺഫിഡൻ്റ് ആയി നിൽക്കും. പക്ഷേ എൻട്രൻസ് എക്സാമിൻ്റെ പാറ്റേൺ അതല്ല. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ഈവൻ നല്ല മാർക്കൊക്കെ കിട്ടുന്ന എൻട്രൻസിന് മാർക്ക് കിട്ടുന്ന, ഇപ്പോൾ നീറ്റിലൊക്കെ നല്ല മാർക്ക് കിട്ടുന്ന കുട്ടികൾ 2-3 വർഷമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ആ ഒരു ലെവലിലേക്ക് എത്തുന്നത്. അഥവാ അവർ 10th നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ഒക്കെ നല്ല ലെവലിൽ ഉള്ള മാത്തമാറ്റിക്കൽ ആയിട്ടുള്ളൊരു സ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ഫൗണ്ടേഷൻ, നല്ലൊരു ബേസ് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ 11th 12th കൂടെ തന്നെ എൻട്രൻസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന അവർക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള മാർക്ക് അവർക്ക് സ്കോർ ചെയ്യാമായിരുന്നു. അതിൽ അവിടെ വരുന്ന
ലാക്ക് എന്ന് പറയുന്നത്, അവിടെ വരുന്ന കുറവെന്ന് പറയുന്നത് ഹൈസ്കൂളിലെ വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ ഹൈസ്കൂളിലുള്ള എക്സാമിൻ്റെ പാറ്റേണും മാർക്കിംഗ് സ്കീമും നിലവാരം ഒരുപാട് താഴെ പോയി എന്നുള്ളതും അതിനനുസരിച്ച് അതിന് റെമഡി ചെയ്യുന്ന തരത്തിൽ, അതിനെ പകരം വെക്കുന്ന തരത്തിൽ കുട്ടികൾ യാതൊരു തരത്തിലുള്ള പ്രിപ്പറേഷനും ഹൈസ്കൂൾ ലെവലിലെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതുമാണ്. XandY ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമും യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ കൊളാബറേറ്റ് ചെയ്ത് ഹൈസ്കൂളിൽ തന്നെ 8th, 9th, 10th പഠിക്കുന്ന സ്റ്റുഡൻസിന് തന്നെ അവരെ സ്കൂൾ സിലബസിൻ്റെ കൂടെ സപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് എൻട്രൻസ് എക്സാമുകൾ 12th കൂടെ തന്നെ ക്വാളിഫൈ ചെയ്യുന്ന തരത്തിലേക്ക് ആ ഒരു നിലവാരത്തിലേക്ക് അവരെ ഉയർത്താൻ. ഇപ്പം നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന 11th, 12th ഈവൻ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനൊക്കെ ചോദിച്ചാൽ അറിയാവുന്ന ഒരു കാര്യം, വളരെ ബുദ്ധിമുട്ടേറിയ സാധനം മാത്തമാറ്റിക്സ് ആണ് അല്ലെങ്കിൽ ഫിസിക്സ് ആണ്. അപ്പോൾ നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഫിസിക്സ് ആണ്. സോ ഫിസിക്സിൻ്റെ ഇമ്പോർട്ടൻസും മാത്സിൻ്റെ ഇമ്പോർട്ടൻസ് ആക്ച്വലി കൂടി വരിക. കാരണം കട്ട് ഓഫ് മുകളിലേക്ക് കൂടുന്നതിനനുസരിച്ച് ഫിസിക്സിലും നല്ല മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ ആ ലെവലിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യുന്ന മാർക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ മാത്സ് അതിൻ്റെ നിലവാരം അല്ലെങ്കിൽ അതുപോലെ തന്നെ ബാക്കി ഫിസിക്സ്, സയൻസ് സബ്ജക്റ്റുകളിൽ കുട്ടികളുടെ ക്യൂരിയോസിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ, അവർ എന്ത് ചോദിച്ചാലും മറുപടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ, അവരുടെ ഏത് സംശയങ്ങളും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, അവർക്ക് താല്പര്യമുള്ള മേഖലയിലുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്, ഈവൻ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളല്ല, അല്ലാത്ത ഇപ്പോൾ ആസ്ട്രോഫിസിക്സ് പോലെയുള്ള അല്ലെങ്കിൽ നാനോ ടെക്നോളജി പോലെയുള്ള അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള പുതിയ മേഖലകൾ, ടെക്നോളജിയിലും സയൻസിലുള്ള മേഖലകളിലെ ഡൗട്ട്സ് വരെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സലും XandY ലേണിംഗ് ഫൗണ്ടേഷൻ പ്രോഗ്രാമും കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു തരത്തിൽ നമ്മൾ ഒരു ചെറിയ ക്ലാസ് അല്ലെങ്കിൽ ഹൈസ്കൂൾ ലെവലിൽ മുതൽ ചെയ്തു വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കെല്ലാം 12th കൂടെ തന്നെ അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിലുള്ള മാർക്കുകൾ 12th കൂടെ തന്നെ നീറ്റ് ആവട്ടെ, JEE ആവട്ടെ, അതല്ല മറ്റേതൊരു എൻട്രൻസ് എക്സാം ആവട്ടെ, അതിൻ്റെ കൂടെ തന്നെ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. സോ അതിൻ്റെ ഒരു തുടക്കമാണ് XandY ലേണിംഗ് ആപ്പും യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ നിങ്ങളുടെ മുന്നിലോട്ട് വെക്കുന്നത്. സോ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്, നിങ്ങളുടെ മുന്നിലുള്ള ഈ ഓപ്പർച്യൂണിറ്റി പിന്നെ നോക്കാം അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം എന്നത് രീതിയിൽ മാറ്റിവെക്കാതെ 12th കൂടെ എൻട്രൻസ് ക്വാളിഫൈ ചെയ്യുന്ന തരത്തിലേക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. സോ ഇതൊരു തരത്തിലും നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള വിജയങ്ങളും നിങ്ങൾക്ക് ആശംസിക്കുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു.